ഇപ്പൊ ഈ മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒമാനൂർ ശുഹദാക്കളുടെ പെട്ടിയാ. എന്താണെന്നറിയില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇടത്തും ഓരോ പെട്ടികളുണ്ട്. ഇതിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ കാണല്ലേ നിങ്ങള്. ഇപ്പൊ ഞങ്ങള് വയനാട്ടിലേക്ക് പോകുമ്പോ ഒടുങ്ങാക്കാട് മക്കാമയിലേക്ക് ബസ്സിൽ നിന്ന് പൈസ എറിയും. ആ പൈസ എടുത്തു കൊടുക്കാൻ പ്രത്യേകം ആളവിടെ ഉണ്ടാവും. അത് മിക്കവാറും ജാറങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പണമിടുന്നത്? അടുത്തിരിക്കുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ പൈസ എറിഞ്ഞെടുത്തത്? അത് ഒരു നേർച്ചുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പരീക്ഷ ഉണ്ട്, മോൾക്ക് ഗർഭാണ്, പ്രസവമുണ്ട്, അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടാനുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പണം കൊടുക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ. ഞാൻ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, അള്ളാഹ് എന്താ ഇവർ മനസ്സിലാക്കിയത്? അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷ ജയിപ്പിക്കാനും രോഗം മാറ്റുവാനും പ്രസവം എളുപ്പമാക്കാനും വിസ ലഭ്യമാക്കാനും കൈക്കൂലി കൊടുക്കുന്ന വ്യക്തിത്വമായിട്ടോ? അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലെ നേർച്ചുണ്ട്. ഇസ്ലാമിലെ നേർച്ചെന്താ? ഒരു പുണ്യകർമ്മത്തെ നിർബന്ധമാക്കി നിശ്ചയിക്കുക. അത് ജാറങ്ങളിൽ പോയിട്ട് പൈസ ഇടലൊന്നുമല്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്ക്, എന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തുട്ടുകളില്ല, എന്റെ കയ്യിൽ ഭണ്ഡാരപ്പെട്ടികളിടാനുള്ള പൈസ ഇല്ല, ഞാനൊരു ദരിദ്രനായി പോയി എന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളില്ലാതില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്റെ രോഗം മാറണം, എന്റെ ദാമ്പത്യത്തിൽ കുട്ടികളെ കിട്ടണം, എഴുതാൻ പോകുന്ന പരീക്ഷ ജയിക്കണം, എന്റെ അടുത്ത ബന്ധുക്കളുടെയോ എന്റെ സ്ത്രീകളുടെയോ പ്രസവങ്ങൾ എളുപ്പമാകണം, ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം. കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് എന്റെ രോഗം മാറ്റിത്തരില്ലേ പടച്ചോൻ? ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ? എനിക്ക് വന്ന അസുഖം മാറ്റിത്തരില്ലേ പടച്ചോൻ? ഭണ്ഡാരപ്പെട്ടികളിൽ പൈസ ഇടുന്നവന്റെ മാത്രം രോഗം മാറ്റുന്നൊരു പടച്ചോൻ ലോകത്തുണ്ടോ? നേർച്ചക്കുറ്റികളിൽ നാണയത്തൊട്ടിട്ടാൽ മാത്രം പരീക്ഷ ജയിപ്പിക്കുന്ന ഒരു പടച്ചോൻ ലോകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് പരിചയപ്പെടുത്തിയത് ചൂഷക വർഗമാണ്. അങ്ങനൊരു പടച്ചോൻ ലോകത്തില്ല. പണം കൊടുത്താൽ മാത്രം നിങ്ങളുടെ രോഗം മാറ്റുന്ന, പൈസ കൊടുത്താൽ മാത്രം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പടച്ചോൻ ലോകത്തില്ല. അള്ളാഹുവിനെ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അർ-റഹ്മാൻ, അവൻ പരമകാരുണികനാണ് എന്നാണ്. നിങ്ങൾ അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ ദാനം കൊടുത്താലും ദാനം കൊടുത്തിട്ടില്ലെങ്കിലും, നിങ്ങൾ നേർച്ചക്കുറ്റിയിൽ പൈസ ഇട്ടാലും പൈസ ഇട്ടിട്ടില്ലെങ്കിലും, അവൻ പരമകാരുണികനാണ്. അവൻ നിങ്ങളോട് ദയയുള്ളവനാണ്. ഒരു ദിവസം 25,920 പ്രാവശ്യം നിങ്ങൾ ശ്വസിക്കുന്ന വായു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതവനാണ്. ആ പടച്ചവന് പൈസ കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നോക്കണ്ട. ഇങ്ങനെ ഒരു ഏർപ്പാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.